പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പരീക്ഷ കഴിഞ്ഞെത്തി കിടന്നുറങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിനു മുൻപ് എൻ്റെ ലൈഫ് കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോകുന്നതിന് മുന്നേ അങ്ങ് ഫുൾ സ്റ്റോപ്പായി കിടക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഒന്നിന്ന് വരണം. അതായത് മുറി ക്ലീൻ ചെയ്യൽ തുടങ്ങി, അലക്കാനിടൽ തുടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ് കിടക്കുകയാണ്. മുറി ആകെ മൊത്തം നാശമായി കിടക്കുന്നു. താടി വരുന്ന സെറ്റ് ചെയ്യണം. കണ്ടില്ല, ചെറിയൊരു അഭാഗത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇവിടെ ഇത്തിരി ഇടക്കൊന്ന് ട്രിം ചെയ്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ലോണ്ട്രി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വിട്ട് നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റ് അലക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുരു വരും. അതായത് ഈ വേർപ്പ് സംഭവങ്ങളൊക്കെ ഇരുന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറുന്നത് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു ഇവിടുത്തെ ഇതും വെച്ചിട്ട് നല്ല ബെഡ്ഷീറ്റിന് ഇവിടെ നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഹോസ്റ്റലുകാർ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. പുതപ്പ് ഹോസ്റ്റലുകാർ തന്നതും. അപ്പോൾ ആ പരിപാടി ഉണ്ട്. അതായത് അലക്ക് പരിപാടി ഉണ്ട്. അലക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 2 ബെഡ്ഷീറ്റാണ്. ഒരെണ്ണം എടുക്കുമ്പോൾ മറ്റേതിടും, മറ്റേതെടുക്കുമ്പോൾ അടുത്തിടും. പിന്നെ അതേപോലെ തന്നെ ഇന്ന് അലക്കണം. ഇതൊക്കെ നിറഞ്ഞ് പൊട്ടാറായിട്ട് ഇരിക്കണേ. പലക്ക് പരിപാടി ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഫുഡ് ഉണ്ടാക്കണം, സാധനങ്ങൾ മേടിക്കാൻ പോകണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാം. ഒന്നുമില്ല എൻ്റെ ഇനി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സോർട്ട് ചെയ്യും. പക്ഷെ അതിനൊക്കെ മുന്നേ ഒന്ന് കിടന്ന് ഉറങ്ങണം. എൻ്റെ മൂത്ത ക്ഷീണം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുറിയൊക്കെ ആകെ അയ്യേ. എന്തായാലും അവിടെ നമ്മൾ ശരിയാക്കും. പരീക്ഷയിൽ ഒന്നല്ലെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ പൊട്ടും. ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കും. ഇപ്പോൾ സപ്പോസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ വീണ്ടും എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് വേറെ ഓപ്ഷനിൽ ഒന്നുമില്ല, ആകെ മൊത്തം പെട്ട്, അങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. നമ്മൾ തീരുമാനിക്കാത്തിടത്തോളം നമുക്ക് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്. കാരണം നമ്മൾ തോറ്റുന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ള ഒരു എളിയ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൈഫ് ഒന്നേ ഉള്ളൂ. തോറ്റു എന്നും പറഞ്ഞ് ഓരോ ഉളത്തരം പോയി കാണിക്കാതിരിക്കാൻ നോക്കാം. ഞാൻ പോട്ടെ. പരീക്ഷ പൊട്ടോ ഇല്ലയോന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പരീക്ഷ പൊട്ടിക്കഴിഞ്ഞത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ശരി. ഒരു നീണ്ട ഉറക്കം പാസ്സാക്കി. ഞാൻ വിചാരിച്ചത് അപ്പോഴേക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവുമെന്നാണ്. റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അത്രയും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ ഉള്ള സമയമായിട്ടില്ല. ഒന്നല്ലെങ്കിൽ പൊട്ടിയെന്നറിയണം, അല്ലെങ്കിൽ ജയിച്ചു എന്നറിയണം. ഇത് രണ്ടും അറിയാണ്ടുള്ളൊരു വീർപ്പുമുട്ടൽ പിടിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് സപ്പോസ് നമ്മൾ ഇന്ന് പൊട്ടുകയാണെങ്കിൽ ഇതിൻ്റെ റീടെസ്റ്റ് വരാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. ഓൾറെഡി പൊട്ടി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നേ പഠിച്ച് തുടങ്ങാമല്ലോ. കാരണം ഇനിയും പരീക്ഷകൾ കുറേ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ റിസൾട്ട് അയക്കണില്ല. എനിക്ക് തോന്നുന്നത് ഇനി പാതിരാത്രി അയക്കുന്നത്. അയാൾ പൊതുവെ പരീക്ഷ കഴിഞ്ഞ ദിവസം തന്നെ റിസൾട്ട് പറയാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അറിയട്ടെ, പാസ്സാകുമായിരിക്കും. ഇന്നലത്തെ പാസ്സായിട്ടുണ്ട്, ഇനി ഇന്നത്തെ നമ്മൾ അറിയും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുറിയിൽ വെറുതെ ഇരിക്കുകയാണ്, റിസൾട്ടാണ് പറയുമ്പോൾ പറയട്ടെ. ചിന്ന് പറഞ്ഞ സന്തോഷം. ഞാൻ വിചാരിച്ചു കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചു. ഒന്നുമില്ല. കാരണം ജോലി കഴിഞ്ഞ് പിന്നെ പരീക്ഷ മൊത്തം സീസൺ കഴിഞ്ഞ് 5 ദിവസമായി കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ആപ്പിൽ നോക്കിയപ്പോൾ ആവശ്യത്തിന് ഓഫർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാവോ അവിടെ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. പോയി നോക്കാം. ഓഫർ ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ എന്തെങ്കിലും വാരിക്കൊണ്ടുവരും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതിൽ കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. അതെ, അതുകൊണ്ട് നമുക്ക് കടയിൽ പോയി നോക്കാം. കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി നോക്കും. സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കാണിക്കണ കാര്യം ഞാൻ മറന്നുപോയത്. അപ്പം ഞാൻ ക്യാൻഡായിട്ടുള്ള പയർ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 3 സ്ലോട്ടി. പിന്നെ പോർക്ക് എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ ടൈപ്പ് സ്കബ്ബ, ആ ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്നിക്ക എന്നിട്ടേലാണ്. പിന്നെ കോഴിമുട്ട 2ാമത്തെ പെട്ടിക്ക് 50% ഓഫ്. പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ പോർക്ക് അങ്ങനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ചെറിയ പാക്കറ്റ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫർ അങ്ങനെയാണ്. മാക്സിമം 2 കിലോ എടുക്കാൻ പറ്റുള്ളൂ. അതും 2 പാക്കറ്റ് എടുക്കുകയും വേണം. ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 14.99 ആയിരിക്കും. 2 പാക്കറ്റ് 2 കിലോയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ 6.99 കിട്ടും. കാരണം ഈ ടൈപ്പ് മീറ്റിന് റേറ്റ് കൂടുതലാണ്, നെയ്യ് അധികം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞ് ആ ചെറുതെടുത്തത്. പിന്നെ 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 7.99.
അതൊരു 1.25 കിലോ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 2, 3, 3.25 കിലോ പോർക്കിറച്ചി എടുത്തിട്ടുണ്ട്, കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തേക്കണേ. ഇന്ന് പോർക്ക് നല്ല രീതിയിൽ കുമിഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ചിക്കൻ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ചിക്കൻ ഇല്ല, തീർന്നു പോയി. അതുകൊണ്ട് ചിക്കൻ എടുത്തില്ല. പിന്നെ ഐസ്ക്രീമുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗിഡിയൻ സർ, ഗിവ് മി എ ഹൈ. ബൈ ബൈ. എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്യാറുള്ള ഒരാളാണ്. ഇപ്പം ഇല്ല പുള്ളി PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫില്ലറ്റ് ഉണ്ട്, പക്ഷേ ഫില്ലറ്റിന് ഓഫറില്ല. 24 സ്ലോട്ട് കൊടുത്ത് ഞാൻ മേടിക്കില്ല, കാരണം പോർക്കിറച്ചി 7 സ്ലോട്ടിക്കാണ് കിട്ടിയത്. നമുക്ക് പോർക്കിറച്ചി മതി. അതിന് നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്താൽ അടിപൊളി. സവോള വേണം, പക്ഷേ സവോളയ്ക്ക് ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. എത്ര കിലോയ്ക്കാണ്? 2 കിലോയ്ക്ക് 5 സ്ലോട്ടി, 6 സ്ലോട്ടി. അത് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് പ്രൈസ്. നമ്മളൊന്നും എടുക്കുന്നതായിരിക്കും. വേറെ ഒന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ എന്നാലും നോക്കാം. തണ്ണിമത്തൻ 5 സ്ലോട്ടി കൂടുതലാണ്. മുന്തിരി 9 സ്ലോട്ടി, ഇനിയും കുറയും. തക്കാളിയുടെ വില കണ്ട 3.99, ഇനിയും കുറയും. കാത്തിരിക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിക്കണേ. സവോളയും കൂടി ആഡ് ചെയ്യും. അപ്പം ശരി, സാധനങ്ങൾ മേടിക്കലും ചുവക്കലും തിരിച്ചെത്തലും ഒക്കെയും കഴിയാറായി. കാരണം ഹോസ്റ്റലെത്തി. അങ്ങകലെ നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് നമ്മളുടെ ഹോസ്റ്റൽ. എത്താറായി. റിസൾട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും കാത്തിരിപ്പാണ്. നമ്മുടെ മൊയ്തീൻ കാത്തിരുന്ന പോലെ കാത്തിരിക്കുകയാണ് നോം റിസൾട്ട് അറിയാൻ. പൊട്ടിയോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ധൈര്യമാണ്. എന്തായാലും ആവട്ടെ. സാധനങ്ങൾ മേടിച്ചു. 60 സ്ലോട്ടി പൊട്ടിച്ചു. സന്തോഷം. എന്നാൽ 60 എങ്ങനെയായെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാനൊരു 40 പ്രതീക്ഷിച്ചു, പക്ഷേ 20 കൂടുതലാണ്. തിരിച്ച് റൂമിൽ എത്തിയിട്ട് വേണം നമ്മളെ പറ്റിച്ചോന്ന് അറിയാൻ. പറ്റിച്ചോന്ന് അറിഞ്ഞാൽ വിഷമിക്കുക, അതല്ലാതെ വേറെ ഓപ്ഷനില്ല. കാരണം കാശ് പോയല്ലോ ഓൾറെഡി. അതൊന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആലോചിച്ച് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തി. സിനിമയ്ക്ക് പോവാം. ഇവിടെ സിനിമകൾ റിലീസ് ചെയ്യാറുണ്ട്. ചില പടങ്ങളൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ മലയാളം പടം എമ്പുരാനോട് റിലീസ് ഉണ്ടായിരുന്നു, അതേപോലെ തഗ് ലൈഫ് റിലീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല കിടിലം പടങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അല്ലാതെ വലിയ രീതിയിൽ മലയാളം പടങ്ങളൊന്നും ഇറങ്ങാറില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതൊരു 1.5 മുതല. അപ്പോൾ അത് പോയി കാണാം എന്ന് വെച്ചു. കാണാൻ പോവുകയാണെന്ന്. ടിക്കറ്റ് കിട്ടിയാൽ ഷോ ആ തിയേറ്ററിൽ ഓടുകയാണെങ്കിൽ 8:30ക്കാണ് ഷോ. ഇപ്പോൾ സമയം ഏതാണ്ട് 7:45 ആയിട്ടുണ്ട്. ഇതൊക്കെയാ പോവുക. നമ്മൾ സിനിമ കാണാൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ തിയേറ്റർ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തു. നമ്മൾ റിച്ച് ആണെന്ന് നിങ്ങൾക്കറിയാലോ. റിച്ച് ആയതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വന്നപ്പോൾ ഈ ഫുൾ തിയേറ്ററിൽ നമ്മൾ മാത്രം. അപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സന്തോഷപൂർവ്വം ഇരുന്ന് കാണും. വേറെ ആരുമില്ല. സന്തോഷം, സമാധാനം. ഒറ്റയ്ക്കിരുന്ന് ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ഇവിടെ ഞാൻ പേടിച്ച് മുള്ളാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ പോവാണ്. ഞാൻ മാത്രമുള്ള എൻ്റെ പ്രൈവറ്റ് തിയേറ്ററിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇതൊരു സ്റ്റാൻഡ് അലോൺ പടം പോലത്തെ ഒരു സെറ്റപ്പാണ്. പടം ആകെ മൊത്തത്തിൽ എല്ലാവരും മരിക്കും, അത്രേ ഉള്ളൂ. എല്ലാവരെയും നല്ല വെറൈറ്റി രീതിയിൽ, നല്ല കിടിലനായിട്ട്, നല്ല പിക്ചർ ക്വാളിറ്റിയിൽ അങ്ങോട്ട് കൊല്ലും. കിടിലൻ ക്വാളിറ്റിയിൽ ചാവന്ത് കാണാം. താല്പര്യമുള്ളവരെ കാണാം. പക്ഷേ അതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളിൽ അത്രയും ഇല്ല, എങ്കിലും കുഴപ്പമില്ല. ഇത് മാത്രമായിട്ട് കാണുന്ന ഒരാളായാലും കുഴപ്പമൊന്നുമില്ല. ഇനി തിരിച്ചു പോയിട്ടാണ് ബാക്കിയ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇത്ര നേരം കാത്തിരുന്നെങ്കിലും റിസൾട്ട് എന്ന് പറയുന്ന സാധനം നമ്മളെ വന്നില്ല. പുള്ളി നമ്മുടെ ക്യാൻസർ ഷീറ്റ് ഉണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു. കാരണം ബാക്കി ഗ്രൂപ്പുകാർക്കൊക്കെ പരീക്ഷ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം റിസൾട്ട് വന്നു. നമുക്ക് റിസൾട്ട് വന്നില്ല, നമുക്ക് ഭാഗ്യമില്ല. എന്തെങ്കിലും ആവട്ടെ. ഇവിടുത്തെ തിയേറ്റർ പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി റേറ്റ് കുറവ് കിട്ടും. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തത് 19 സ്ലോട്ടിക്കാണ്. നമ്മളാണെങ്കിൽ വീട്ടിലേക്ക് പോകണു. ഇവിടെ ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ ഞാൻ നോക്കുമ്പോൾ ആകെ ഞാൻ മാത്രം ഒറ്റയ്ക്കിരുന്നങ്ങോട്ട് കണ്ടു. സന്തോഷം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി തിരിച്ച് വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക. റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ശുഭരാത്രി, ശുഭനിദ്ര. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.